നമസ്കാരം. നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന ഈ ലോകം, ഈ കാണുന്നതൊക്കെ ഒരു പക്ഷേ ഒരു നീണ്ട സ്വപ്നം മാത്രമാണെങ്കിലോ? ഈ ഒരു ചിന്ത ചിലപ്പം അവിശ്വസനീയമായി തോന്നാം, അല്ലേ? പക്ഷേ ഇന്ന് നമ്മൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ സംസാരിക്കാൻ പോവാണ്. സ്വാമി ശിവാനന്ദയുടെ എഴുത്തുകളെ അടിസ്ഥാനമാക്കി സ്വപ്നങ്ങളും യാഥാർത്ഥ്യവും തമ്മിലുള്ള നേർത്ത വര എവിടെയാണെന്ന് നമുക്കൊന്ന് അന്വേഷിക്കാം. അപ്പോ നമ്മുടെ ഈയൊരു വിശകലനത്തിന് ആധാരമാക്കുന്നത് ശ്രീ സ്വാമി ശിവാനന്ദയുടെ രചനകളാണ്. ഡിവൈൻ ലൈഫ് സൊസൈറ്റിയുടെ സ്ഥാപകനായ അദ്ദേഹത്തിന്റെ ചിന്തകളാണ് ഈ ബോധത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള കാഴ്ചപ്പാടുകൾക്ക് നമുക്ക് വഴികാട്ടിയാവുന്നത്. ശരി, അപ്പൊ നമുക്ക് ആ പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് തന്നെ വരാം. നമ്മുടെ ഈ ഉണർന്നിരിക്കുന്ന ജീവിതം അത് ശരിക്കും റിയലാണോ, അതോ നമ്മൾ അറിയാതെ പെട്ടുപോയ ഒരു വളരെ നീണ്ട ഒരു സ്വപ്നം മാത്രമാണോ? ഈ ഒരു ചോദ്യം മനസ്സിൽ വെച്ചോണ്ട് നമുക്ക് മുന്നോട്ടു പോകാം, കേട്ടോ? ആദ്യം തന്നെ എന്തിനാണ് നമ്മൾ സ്വപ്നം കാണുന്നത്? ഇതിനെപ്പറ്റി പ്രധാനമായും 2 വ്യത്യസ്ത കാഴ്ചപ്പാടുകളുണ്ട്. നമുക്കതൊന്ന് നോക്കാം. ഇവിടെ നോക്കൂ, 2 വ്യത്യസ്ത ചിന്താധാരകളാണ്. ഒരു വശത്ത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന സിഗ്മണ്ട് ഫ്രോയിഡ്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സ്വപ്നങ്ങൾ നമ്മുടെ മനസ്സിൽ അടിച്ചുവെച്ച ആഗ്രഹങ്ങൾ പുറത്തുവരുന്നൊരു വഴിയാണെന്നാണ്. ഒരുതരം വിഷ് ഫുൾഫിൽമെന്റ്. എന്നാൽ മറുവശത്ത് സ്വാമി ശിവാനന്ദയുടെ വേദാന്തപരമായ കാഴ്ചപ്പാട് കുറച്ചുകൂടി വ്യത്യസ്തമാണ്. അദ്ദേഹം പറയുന്നത്, നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ കിട്ടുന്ന അനുഭവങ്ങൾ അത് നമ്മുടെ മനസ്സിൽ ആഴത്തിൽ പതിയും. ഈ പതിവുകളിനെയാണ് സംസ്കാരങ്ങൾ എന്നു പറയുന്നത്. ഈ സംസ്കാരങ്ങളാണ് പിന്നീട് സ്വപ്നങ്ങളായി രൂപാന്തരപ്പെടുന്നത് എന്നാണ്. ഓക്കെ, ഇനി നമുക്ക് സ്വപ്നങ്ങളുടെ ആ ഒരു ലോകത്തേക്ക് ഒന്നുകൂടി ആഴത്തിലിറങ്ങിച്ചെല്ലാം, അല്ലേ? കാരണം സ്വപ്നങ്ങൾക്ക് അതിൻ്റേതായ ഒരു യാഥാർത്ഥ്യമുണ്ട്, അതിൻ്റേതായ ഒരു യുക്തിയുമുണ്ട്. നിങ്ങൾ തന്നെ ഒന്ന് ഓർത്തു നോക്കൂ, സ്വപ്നത്തിൽ അസാധ്യമായിട്ട് ഒന്നുമില്ല. ഒരു രാജാവ് ഒരു യാചകനായി മാറുന്നു, നമ്മൾ ആകാശത്തൂടെ പറക്കുന്നു. ഇതൊന്നും സ്വപ്നത്തിൽ നമുക്കൊരു അത്ഭുതമായി തോന്നാറില്ല, അല്ലേ? ചിലപ്പോൾ കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ വർഷങ്ങളോളം ജീവിച്ചതായി തോന്നും. ആ സമയത്ത് അത് 100% റിയലാണ്. ഇതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ലവണ രാജാവിന്റെ കഥ. കഥ ഇങ്ങനെയാണ്: രാജാവ് വെറും 2 മണിക്കൂർ നേരത്തേക്ക് ഒരുതരം മയക്കത്തിലായി. പക്ഷേ ആ 2 മണിക്കൂറിനുള്ളിൽ അദ്ദേഹം ഒരു ചണ്ടാളനായിട്ട് 60 വർഷത്തെ ഒരു ജീവിതം, കഷ്ടപ്പാടും ദുരിതവും നിറഞ്ഞ ഒരു ജീവിതം മുഴുവൻ ജീവിച്ചു തീർത്തു. ഒന്ന് ആലോചിച്ചു നോക്കൂ, ആ 60 വർഷവും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കട്ട റിയാലിറ്റിയായിരുന്നു. അപ്പോ ഇവിടെയാണ് നമ്മൾ ആ ഒരു നിർണായകമായ ചോദ്യത്തിലേക്ക് വരുന്നത്. ഒരു സ്വപ്നം കാണുമ്പോൾ അത് പൂർണ്ണമായും സത്യമായിട്ട് നമുക്ക് തോന്നുന്നു. ഉണർന്നു കഴിയുമ്പോഴാണ് അയ്യോ അതൊരു സ്വപ്നമായിരുന്നല്ലേ എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഈ യാഥാർത്ഥ്യം ഇതും അതുപോലെ ഒരു സ്വപ്നമല്ല എന്ന് നമുക്ക് എങ്ങനെ ഉറപ്പിച്ചു പറയാൻ പറ്റും? ഈ ഒരു ചോദ്യം നമ്മളെ കൊണ്ടുപോകുന്നത് വേദാന്ത തത്വചിന്തയിലെ വളരെ പ്രധാനപ്പെട്ട, ഒരുപക്ഷെ നമ്മളെ ഒന്ന് പിടിച്ചുലയ്ക്കുന്ന ഒരു ആശയത്തിലേക്കാണ്. അതായത് സ്വാമി ശിവാനന്ദയെപ്പോലുള്ള ജ്ഞാനികൾ പറയുന്നത് നമ്മളെ ഈ ഉണർന്നിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് അത് സ്വപ്നം പോലെ തന്നെയാണ്. ഒരേയൊരു വ്യത്യാസം, ഇത് കുറച്ചുകൂടി നീണ്ടതാണ്. അതുകൊണ്ട് ഇതിനെ അവർ വിളിക്കുന്നത് ദീർഘസ്വപ്ന എന്നാണ്, ഒരു ലോങ് ഡ്രീം. ഒന്ന് ചിന്തിച്ചു നോക്കിയാല് ഉണർന്നിരിക്കുന്ന അവസ്ഥയും സ്വപ്നാവസ്ഥയും തമ്മിൽ ഒരുപാട് സാമ്യങ്ങളുണ്ട്, അല്ലേ? രണ്ടിലും ഒരു ഞാനുണ്ട്, അതായത് അനുഭവിക്കുന്ന ഒരാൾ. പിന്നെ ആ ഞാൻ കാണുന്ന ഒരു ലോകവുമുണ്ട്. സ്വപ്നം കാണുമ്പോൾ അത് സത്യമാണെന്ന് തോന്നുന്നില്ലേ? അതുപോലെ തന്നെയാണ് ഉണർന്നിരിക്കുമ്പോഴും. ഈ ലോകം നമുക്ക് ഭയങ്കര റിയലായിട്ട് തോന്നുന്നു. ഒരു കാര്യം കൂടി ഓർക്കണം, സ്വപ്നത്തിൽ നമുക്ക് കിട്ടുന്ന ലോട്ടറി ഉണരുമ്പോൾ വെറും കടലാസാവുന്നതുപോലെ ഈ ജീവിതത്തിലെ ബന്ധങ്ങളും നേട്ടങ്ങളും ഒരുപക്ഷെ ഉയർന്നൊരു ബോധാവസ്ഥയിൽ യാഥാർത്ഥ്യമല്ലാതായി മാറിയേക്കാം. ഇവിടെയാണ് നിർണായകമായ പോയിന്റ്. അതായത് നമ്മൾ ഉണർന്നിരിക്കുന്ന ലോകം അതിന് യാഥാർത്ഥ്യമുണ്ട്, പക്ഷേ അത് ആപേക്ഷികമാണ്. നമ്മൾ ഉണരുമ്പോൾ സ്വപ്നം എങ്ങനെയാണോ അയഥാർത്ഥ്യമായി മാറുന്നത്, അതുപോലെ നമ്മൾ ഇതിലും ഉയർന്നൊരു ബോധാവസ്ഥയിലേക്ക്, ഒരു പ്രകാശത്തിലേക്ക് ഉണരുമ്പോൾ ഇപ്പോൾ കാണുന്ന ഈ ലോകവും ഒരു സ്വപ്നം പോലെ അയഥാർത്ഥ്യമായി മാറും. അപ്പോ ഈ സ്വപ്നം, ഉണർവ് എന്നതിനപ്പുറം എന്താണുള്ളത്? നമുക്ക് ബോധത്തിന്റെ ഈ 3 അവസ്ഥകൾക്കും അപ്പുറത്തുള്ള യാഥാർത്ഥ്യം എന്താണെന്ന് നോക്കാം. വേദാന്തമനുസരിച്ച് നമ്മുടെ ബോധത്തിന് പ്രധാനമായും 3 അവസ്ഥകളുണ്ട്. 1 ജാഗ്രത്, അതായത് നമ്മൾ ഈ ഉണർന്നിരിക്കുന്ന അവസ്ഥ. 2 സ്വപ്നം, നമ്മുടെ ആന്തരിക ലോകം. 3 സുഷുപ്തി, അതായത് സ്വപ്നങ്ങളൊന്നുമില്ലാത്ത നല്ല ഗാഠനിദ്ര. ഈ ഓരോ അവസ്ഥയിലും ഞാനെന്ന് നമ്മൾ അനുഭവിക്കുന്ന ആൾക്ക് ഓരോ പേരുണ്ട്. ഉണർന്നിരിക്കുമ്പോൾ വിശ്വ,
സ്വപ്നം കാണുമ്പോൾ തൈജസ, ഗാഠനിദ്രയിൽ പ്രാജ്ഞ. പക്ഷേ കഥ ഇവിടെ തീരുന്നില്ല. ഈ മൂന്നവസ്ഥകൾക്കും അപ്പുറം ഇതിനെല്ലാം സാക്ഷിയായി നിൽക്കുന്ന നാലാമതൊരു തലമുണ്ട്. അതാണ് തുരീയം. ശ്രദ്ധിക്കണം, ഇതൊരു അവസ്ഥയല്ല, മറിച്ച് ഉണർവും സ്വപ്നവും ഉറക്കവുമൊക്കെ വന്നുപോകുന്നത് നിശ്ശബ്ദമായി വീക്ഷിക്കുന്ന മാറ്റമില്ലാത്ത ശുദ്ധമായ ആ സാക്ഷിബോധമാണ് തുരീയം. അതാണ് നമ്മുടെ യഥാർത്ഥ ഞാൻ എന്നാണ് വേദാന്തം പറയുന്നത്. ഇത് നമ്മളെ ശരിക്കും ഞെട്ടിക്കുന്ന ഒരു തിരിച്ചറിവിലേക്കാണ് എത്തിക്കുന്നത്. യഥാർത്ഥ സത്യം എന്താണെന്ന് വെച്ചാൽ ആരും ഉണരുകയോ സ്വപ്നം കാണുകയോ ഉറങ്ങുകയോ ചെയ്യുന്നില്ല. കാരണം ഈ അവസ്ഥകൾക്ക് യഥാർത്ഥത്തിൽ നിലനിൽപ്പില്ല. അവയെല്ലാം ആ യഥാർത്ഥ ഞാൻ എന്ന സാക്ഷിയിൽ വന്നുപോകുന്ന വെറും അനുഭവങ്ങൾ മാത്രമാണ്. അപ്പോ അവസാനം നമുക്ക് സ്വയം ചോദിക്കാനുള്ള ഒരു ചോദ്യമിതാണ്: ഉണർന്നിരിക്കുന്ന ആളായും സ്വപ്നം കാണുന്നവനായും ഗാഢനിദ്രയിൽ ലയിക്കുന്നവനായും നമ്മളിങ്ങനെ മാറി മാറി വേഷങ്ങൾ കെട്ടുമ്പോൾ ഈ എല്ലാ വേഷപ്പകർച്ചകൾക്കും പിന്നിൽ ഒന്നിനോടും ചേരാതെ മാറ്റമില്ലാതെ ഇതിനെല്ലാം സാക്ഷിയായി നിൽക്കുന്ന ആ യഥാർത്ഥ നിങ്ങൾ ആരാണ്?